കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ വിലപ്പെട്ട സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ചിക്കാഗോ പ്രയറിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ കർത്താവിൽ അവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഇന്ന് പ്രാർത്ഥന ഈ സെക്ഷൻ ലീഡ് ചെയ്യുന്ന പ്രിയ ദേവദാസൻ, ഗാനങ്ങൾ ആലപിച്ച പ്രിയപ്പെട്ടവർ, അതുപോലെ പ്രാർത്ഥന ലീഡ് ചെയ്ത പ്രിയ ഷൈനി, ഈ ചിക്കാഗോ പ്രയറിന് വളരെ ശക്തമായ നിലയിൽ നേതൃത്വം നൽകുന്ന പ്രിയ അനീഷ് പാസ്, മറ്റ് അനുഗ്രഹീതരായ ദേവദാസന്മാർ, ചുരുക്കം പേരാണല്ലോ നാം ആയിരിക്കുന്നത്. രാത്രിയും പ്രത്യേകിച്ച് ഇന്ത്യയിൽ പകലുമായ ഈ സമയം ഈ പ്രാർത്ഥന ഒരു വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് പരസ്പരം ദൈവമക്കളായ നമുക്ക് ഒരുമിച്ച് ഓർക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച പെട്ടെന്ന് ചില ജലദോഷം കുടിക്കാനും അതുപോലെ ചില അസ്വസ്ഥതകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ സ്ഥിതിവിശേഷം അറിയാമല്ലോ. ശക്തമായ ചൂടാണല്ലോ. ചൂട് മുഖാന്തരം പല നിലയിലുള്ള പ്രയാസങ്ങളുണ്ട് ശരീരത്തിൽ. എങ്കിലും ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ പരിപാലനവും ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയും എപ്പോഴും പ്രാർത്ഥിച്ചില്ല എങ്കിൽ പോലും ഏതെങ്കിലും ഒക്കെ സമയത്ത് ചിക്കാഗോ പ്രയർ ലൈനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാനും നിങ്ങൾക്ക് വേണ്ടിയും ചിക്കാഗോ പ്രയർ ലൈനു വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നും വളരെ ആവേശത്തോടെ ഈ പ്രയർ ലൈൻ നിൽക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിവിധ ഭാഷകളിലുള്ള വർഷിപ്പ് ശുശ്രൂഷകൾ ഒക്കെ നടക്കുന്നതിൽ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മലയാളത്തിൽ മാത്രം ഒതുങ്ങുകയല്ല, ഇംഗ്ലീഷില്, ഹിന്ദിയില്, തമിഴില്, അങ്ങനെ വിവിധ ഭാഷകളിൽ നമ്മുടെ ചിക്കാഗോ പ്രയറിന്റെ ഓരോ ദിവസമുള്ള പ്രോഗ്രാമുകൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്പനിമിഷ ചിന്തനത്തിനായിട്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അതിനോട് ചേർന്ന് 14 വരെയുള്ള വാക്യങ്ങളെ വായിക്കേണ്ടതാണ്. എങ്കിൽ ആ വാക്യങ്ങളൊന്ന് വായിക്കും. എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന കമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും സഹോദരന്മാർ മിക്ക പേരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കും. പന്ത്രണ്ടാം വാക്യം വായിക്കുന്നത്, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. 14-ാം വാക്യം വായിക്കുന്ന, സഹോദരന്മാർ മിക്ക പേരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ സുവിശേഷ പ്രവാചകനും, അതുമാത്രമല്ല കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശുശ്രൂഷയിലും കർത്താവിന് വേണ്ടി നിന്നതും പീഡനങ്ങൾ ഏറ്റതും ഒക്കെ ഉള്ള ഒരു വ്യക്തിത്വമാണ് പൗലോസ് എന്ന അനുഗ്രഹീതനായ വ്യക്തിത്വം, ദൈവദാസൻ. ദൈവസഭ ഈ ഭൂമിയിൽ രൂപം കൊള്ളുമ്പോൾ കർത്താവിനോട് ചേർന്ന് നിന്ന് 12 ശിഷ്യന്മാരുണ്ട്. ആ 12 ശിഷ്യന്മാരാൽ ഈ
ശുശ്രൂഷയുടെ അല്ലെങ്കിൽ സഭയുടെ മുൻനിരയിലേക്ക് വരുമ്പോൾ യൂദയുടെ സ്ഥാനത്ത് മത്യാസ് ചീട്ടിട്ട് വരുന്നുമുണ്ട്. അവിടം കൊണ്ട് മത്യാസിനെ പിന്നെ നമ്മൾ കാണുന്നില്ല. എന്നാൽ ദൈവസഭ ഭൂമിയിൽ ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആവിർഭാവം, അങ്ങനെ ദൈവസഭയുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ നിലയിൽ മുന്നേറുമ്പോൾ അടുക്കോടും ചിട്ടയോടും അതിന്റെ ക്രമീകൃതമായ നിലയിലേക്ക് ഈ ഭൂമിയിൽ ദൈവസഭ എങ്ങനെ ആയിരിക്കണം, സഭയിൽ അംഗങ്ങൾ എങ്ങനെ ആയിരിക്കണം, അതിന്റെ ശുശ്രൂഷ വൃന്ദങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ക്രമീകൃതമായ അടുക്കോടും ചിട്ടയോടും കൂടെയുള്ള ക്രമീകരണങ്ങൾ പരിശുദ്ധ ആത്മാവ് പൗലോസ് ലീഗായിൽ കൂടെയാണ് നമുക്ക് നൽകുന്നത്. അങ്ങനെ ഈടുറ്റ ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് നൽകുന്നുണ്ട്. ബലപ്പെട്ട സന്ദേശങ്ങൾ തന്നിൽ കൂടെ കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. അങ്ങനെയുള്ള ഫിലിപ്പിയ ലേഖനം വളരെ ചെറിയ 4 അധ്യായങ്ങൾ അടങ്ങിയ ഈ ലേഖനം വളരെ ചിന്തനീയമാണ്. ഈടുറ്റ വിലപ്പെട്ട സന്ദേശങ്ങൾ ഈ ലേഖനത്തിനകത്തുണ്ട്. ഓരോ വാക്യങ്ങളും അതിലുള്ള ഓരോ പദങ്ങൾ എടുത്ത് സംസാരിച്ചാൽ വിലപ്പെട്ട സന്ദേശങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്നും കൂടെ പറഞ്ഞാൽ, ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യാശയുടെ കൈപിടിച്ച് നടത്തുന്ന ഒന്നാണ് ഫിലിപ്പിയ സഭയിലെ അല്ലെങ്കിൽ ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന സന്ദേശങ്ങൾ. ഇനിയും ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ കൂടെ ജീവിക്കുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു. അപ്പൊ നോക്കൂ, പൗലോസ് ലീഗായുടെ ഈ ലേഖനത്തിനകത്ത് തന്നിരിക്കുന്ന പദങ്ങൾ ഘനമുള്ളതാണ്, ഗാംഭീര്യമുള്ളതാണ്. നമുക്കൊന്നും കൂടെ ക്രിസ്തുവിലേക്ക് അടുക്കുവാൻ കഴിയുന്ന, ക്രിസ്തുവിനെ മാറോട് ചേർത്തണയ്ക്കുവാൻ കഴിയുന്ന സന്ദേശങ്ങളാണ് ലേഖനത്തിനകത്തുള്ളത്. തടവിൽ താൻ കിടക്കുമ്പോഴും തടവിലായിരിക്കുമ്പോഴും ലേഖനങ്ങൾ എഴുതുമ്പോഴും ആ തടവിൽ നിന്ന് തൻ്റെ ലേഖനത്തിലുള്ള താൻ എഴുതുന്ന തൂലികയിൽ ആ ലേഖനത്തിനകത്ത് എഴുതിയിരിക്കുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ആർക്കറിയും? പ്രത്യാശ വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത്. തടവിൽ കിടക്കുന്ന വ്യക്തികളുടെ കത്തുകൾ വായിച്ചാൽ വളരെ രോദനമാണ്, നിരാശയുടെ പദങ്ങളാണ്. എന്നിറങ്ങുമെന്ന് എനിക്ക് കഴിയുന്നില്ലേ? പക്ഷേ പൗലോസ് ലീഗ ലേഖനങ്ങൾ എഴുതുമ്പോൾ തടവിലാണ് എന്ന് മാത്രമല്ലാതെ ഇനി എന്നിറങ്ങുമെന്നോ അങ്ങനൊന്നും ഒരു ചിന്തയാ കത്തിനകത്ത് വായിക്കുമ്പോൾ കാണത്തില്ല. തടവിലാണെന്ന് താൻ എഴുതുന്നെങ്കിൽ പോലും ആ കത്ത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ തടവിൽ കിടക്കുന്ന പൗലോസ് ലീഗായെ നമ്മൾ മറക്കുകയാണ്. അത് മാത്രമല്ല, താൻ ലേഖനത്തിൽ എഴുതുമ്പോൾ ആ ലേഖനത്തിനകത്തൊന്നും താൻ തടവിലാണെന്ന് പിന്നെ പറയുന്നതേയില്ല. താൻ ഏതോ മറ്റൊരു സ്ഥലത്തിരുന്നു കൊണ്ട്, തടവിലല്ലാത്ത മറ്റൊരിടത്തിരുന്നു കൊണ്ട് എഴുതി പിടിപ്പിക്കുന്ന പോലെ നമുക്ക് തോന്നാം. പക്ഷേ സ്തോത്രം, ഫിലിപ്പിയ ലേഖനത്തിലെ ഓരോ വാക്കുകളും ഓരോ പദങ്ങളും ഇനി ജീവിക്കണം ഞാനല്ല, ക്രിസ്തു അത്രേ എന്നൊക്കെ പറഞ്ഞ് വളരെ ശക്തമായി ലേഖനം എഴുതുമ്പോ ഇവിടെ പറയുക, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. സുവിശേഷം നിമിത്തം ജയിലിൽ കിടക്കുകയാണ്. സുവിശേഷം നിമിത്തം തടവിൽ കിടക്കുന്ന ആ തടവിൽ കിടക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന സ്വാതന്ത്ര്യം നമുക്കറിയാം. 2 നിലയിലാണ് പൗലോസ് ലീഗ തടവിലാകുന്നത്. ഈ ഫിലിപ്പിയ ലേഖനമൊക്കെ എഴുതുമ്പോൾ ഒരു തടവിലാകുമ്പോൾ അവിടെ ഒത്തിരി സ്വാതന്ത്ര്യം തനിക്കുണ്ട്. തനിക്ക് അവിടെ യഥേഷ്ടം ആ വീടിനകത്തെല്ലാം സഞ്ചരിക്കാം, തന്നെ കാണാൻ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ തന്നെ റോമൻ സാമ്രാജ്യത്തിന്റെ കാവലാൾ പുറത്തുണ്ടായിരിക്കും. പക്ഷെ വീട്ടു തടങ്കലാണ്. എന്നാൽ അതിനുശേഷം ഈ തീമത്യോസിന്റെ ലേഖനമൊക്കെ എഴുതുമ്പോ തനിക്കെതിരെ ഉണ്ടായ ആ തടവ് അല്പം ഭയാനകമാണ്. യഹൂദന്മാർ ശക്തമായി എതിർപ്പുണ്ടാക്കി. കാരണം ഇങ്ങനെ വീട്ടു തടവെങ്കിലിട്ട് യഥേഷ്ടം കാണാൻ ആൾക്കാർ വരുന്നു, ലേഖനങ്ങൾ എഴുതുന്നു, സംസാരിക്കുന്നു, അത് ഒരിക്കലും യഹൂദന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവർ പരാതി കൊടുത്ത അടിസ്ഥാനത്തിൽ വീണ്ടും ഈ തീമത്യോസിന്റെ ലേഖനം, 2ാം ലേഖനമൊക്കെ എഴുതുമ്പോ
വളരെ ദാരുണമായ നിലയിലാണ് തന്റെ തടവെന്ന് പറയുന്നത്. ഒരു കുഴൽ റൂം പോലെയുള്ള ഒരു റൂമിനകത്തിട്ട് നിൽക്കാൻ പോലും കഴിയത്തില്ല, ഇരിക്കാൻ കഴിയത്തില്ല, കടക്കാൻ കഴിയത്തില്ല. ഒരൊറ്റ ദ്വാരം, ഒരു വെളിച്ചം മാത്രം വരാനുള്ള, സംസാരിക്കാൻ മാത്രമുള്ള ആ വായോട് ചേർന്ന് ആ ഭിത്തി തുറന്നു വെച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോ ഇവിടെ ഈ തടവിലാകുമ്പോൾ ഇവിടുത്തെ ഫിലിപ്പിൽ എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാണ്. എത്ര പോസിറ്റീവായ ചിന്തയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്നത്. നമുക്ക് പലപ്പോഴും ദൈവത്താൽ സംഭവിക്കുന്നത്, കർത്താവിനാൽ സംഭവിക്കുന്നത് സ്തോത്രം നന്മയ്ക്കായിട്ട് കൂടി ആവരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇരമ്യാവിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണം അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം, അതെ, എഫെസ്യ ലേഖനം, ഇവിടെയൊക്കെ വായിക്കുമ്പോൾ പറയുന്ന കാര്യമുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു. സ്തോത്രം. മറ്റ് ചിന്തനകൾ അതിൻ്റെ ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും ഇവിടെ വചനം പറയുകയാണ്, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്നുള്ളതാണ്. സ്തോത്രം. ജോസഫിനെ പൊട്ടക്കുഴിയിൽ ഇട്ടത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സഹോദരന്മാരാൽ ജോസഫിനെ പൊട്ടക്കിണറ്റിലിട്ടു. അതെ, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 37-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. അങ്ങനെ കടന്നു പോകുന്ന ഈ ജോസഫിന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ജോസഫ് എത്തി നിൽക്കുന്നത് എവിടാന്നറിയാമോ? മിസ്രൈമിൽ വരെ എത്തി എന്നുള്ളത്. തനിക്ക് ഭവിച്ചത്, തനിക്കുണ്ടായത്, തനിക്ക് വന്ന നഷ്ടങ്ങൾ, തനിക്ക് വന്ന അപമാനങ്ങൾ, തനിക്ക് വന്ന ഒറ്റപ്പെടലുകൾ, താൻ അത് ഏർപ്പെടേണ്ടി വന്ന ജയിലറകൾ, ഇതെല്ലാം തന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തുകയല്ലായിരുന്നു. ആ വേദനകളും ആ തടവുകളും നിന്ദകളും തന്നെ ഒറ്റപ്പെടുത്തിയതുമെല്ലാം മറ്റൊരു നിലയിലേക്ക് തന്നെ വഴി നടത്തുകയായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിൽ നമ്മൾ അറിയാതെ വണ്ണമുള്ള ഇതുപോലെയുള്ള സംഭവങ്ങൾ വന്നിരിക്കാം. സഹോദരന്മാർ നമ്മളെ ഒറ്റപ്പെടുത്തിയിരിക്കാം. ഒരു പക്ഷേ അത് നിമിത്തമായി ജീവിതത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി നിലനിന്നത് കൊണ്ട് സത്യത്തെ മറച്ചു പിടിച്ചിട്ട് നമ്മൾ ജയിലിൽ പോകേണ്ടി വന്നാലും, പ്രൈസ് ദി ലോർഡ്, അത് നമ്മെ എൻകറേജ് ചെയ്യുന്നതും അത് നമ്മെ മുന്നോട്ട് നയിക്കുന്നതുമായിരിക്കണം. നിങ്ങൾ അതിന്റെ ഉൽപ്പത്തി പുസ്തകം, നമുക്ക് ആ സംഭവങ്ങൾ അറിയാവുന്നത് കൊണ്ട് ആ വാക്യം മാത്രം നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ നോക്കൂ, അതെ, ഇപ്പോൾ ഞാൻ ഈ വായിക്കുന്ന ഈ ഭാഗം വായിക്കുമ്പോഴത്തേക്കിന് ഫറവോന്റെ രാജ്യത്തെത്തിയിരിക്കുകയാണ് ജോസഫ്. തുടർന്ന് തന്റെ അപ്പനെയും സഹോദരന്മാരെയും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. അപ്പൻ മരിക്കുന്നു. അപ്പന്റെ മരണമെല്ലാം കഴിഞ്ഞ്, സ്തോത്രം, സഹോദരന്മാരുമായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ ആ സഹോദരന്മാര് ജോസഫിനെ ഭയപ്പെട്ടു എന്നാ വായിക്കുന്നത്. അതിന്റെ 50-ാം അധ്യായത്തിന്റെ അതിന്റെ 21-ാം വാക്യം, സോറി, അതിന്റെ 20-ാം വാക്യം, നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. അപ്പന്റെ മരണം കഴിഞ്ഞ്, അടക്കമെല്ലാം കഴിഞ്ഞ് അവർ ഒരുമിച്ച് ആയിരിക്കുമ്പോ സഹോദരന്മാർക്ക് വല്ലാത്തൊരു ആശങ്ക ഉണ്ടായി. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അവർ പൂർവ്വകാലങ്ങളിലേക്ക്, പഴയ കാലങ്ങളിലേക്ക് അവിടെ ചിന്തകൾ ഓടിപ്പോയി. ഒരുപക്ഷെ അപ്പനുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടുന്ന് രക്ഷപ്പെടാം എന്ന അപ്പനുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ജോസഫ് നമുക്കെതിരെ ആക്ഷൻ എടുക്കാത്തത്, അല്ലെങ്കിൽ നമുക്കെതിരെ പ്രതികാരം ചെയ്യാത്തത്. അപ്പനുള്ള, കാരണം അപ്പന്റെ ഇഷ്ടപുത്രനാണല്ലോ ജോസഫ്, അതുകൊണ്ട് അപ്പൻ പറഞ്ഞാൽ കേൾക്കും. പക്ഷെ ഇപ്പോൾ അപ്പനില്ല. നിങ്ങൾ ആ 18-ാം വാക്യം നോക്കി, അവന്റെ സഹോദരന്മാർ ചെന്ന് അവന്റെ മുമ്പാകെ വീണു. ഇതാ ഞങ്ങൾ നിനക്ക് അടിമകൾ എന്ന് പറഞ്ഞു. ദർശനത്തിന്റെ പോക്ക് നോക്കണമേ.
ദർശനത്തിന്റെ ആ അവസ്ഥ നോക്കണമേ. ദർശനം എവിടെ വരെ എത്തിയിരിക്കുന്നു? സ്തോത്രം. ഈ ദർശനത്തിന്റെ 36, 37 ഈ അധ്യായത്തിലൊക്കെ ദർശനത്തിന്റെ ജോസഫിന് കൊടുക്കുന്ന ദർശനമാണ്. ആ ദർശനത്തിന്റെ പൂർത്തീകരണം ഇവിടെ വരികയാണ്. സ്തോത്രം. ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു, ആബൂഖക്കിന്റെ പ്രവചനത്തിൽ പറഞ്ഞ ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. ഈ വാക്യവുമായി ഒന്ന് കോർത്തിണക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നോക്കിക്കേ, നിനക്ക് അടിമകൾ എന്ന് പറഞ്ഞു. ജോസഫ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നുവോ. ജോസഫിന്റെ ആ മനസ്സ് കണ്ടു, ജോസഫിന്റെ ആ മനോഭാവം കണ്ടോ. സഹോദരന്മാർ തനിക്കെതിരെ ദോഷം ചെയ്തപ്പോഴും അതിന് പ്രതികാരം ചെയ്യാതെ വണ്ണം തന്റെ മനസ്സ് പറയുകയാണ്. സ്തോത്രം. എന്നറിയാമോ, ഞാൻ ദൈവത്തിന് നിങ്ങൾ എന്റെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷയാക്കി വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭവിച്ചത്, നമ്മുടെ ജീവിതത്തിൽ ഭവിക്കുന്നത് എന്നറിയാമോ, സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കു വേണ്ടി ആണ് എന്നുള്ളത് സ്തോത്രം നാം മറന്നു പോകരുത് എന്നുള്ളതാണ്. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ അതിനോട് കോർത്തിണക്കി പറയാനുണ്ട്. പക്ഷെ ആ വിഷയത്തിലേക്കൊന്നും പോകാതെ ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്തിലേക്ക് നമുക്ക് വരാം. സഹോദരന്മാരെ, ഞാനിപ്പോൾ ജയിലിലാണ്. നിങ്ങൾ എന്നെ കുറിച്ച് വളരെ വിചാരിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ എന്നെ അത്രയ്ക്ക് സ്നേഹിച്ച ഒരു സഭയാണ്. ഫിലിപ്പിയ സഭയെ മുക്തകണ്ഠം പ്രശംസിക്കുന്ന പൗലോസ് തന്റെ ഹൃദയത്തിന് ഇടം പിടിച്ച സഭകളാണ്. അതിലൊരു സഭയാണ് ഫിലിപ്പിയ സഭ എന്ന് പറയുന്നത്. എന്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എനിക്ക് അയച്ചു തന്നതുണ്ട്. ഞാൻ പലപ്പോഴും നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്റെ ശുശ്രൂഷ മറ്റ് വിശുദ്ധന്മാർക്ക് അവരുടെ ജീവിത സന്ധാരണത്തിന് വേണ്ടി നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ സാമ്പത്തികമൊക്കെ അയച്ചു തന്നു കഴിഞ്ഞപ്പോൾ പൗലോസ്ലീഹ പറയുക, അതെങ്ങനെ ഞാൻ സ്വീകരിച്ചെന്നറിയാമോ? അതിന്റെ 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, ഇപ്പോൾ എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, സമൃദ്ധിയായിരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി നിങ്ങൾ എപ്രപ്പാദിത്തോസിന്റെ കയ്യിൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. ഫിലിപ്പിയ സഭയുടെ കൊടുത്ത സംഖ്യയുടെ വലിപ്പമല്ല. തെസ്സലോനിക്ക സഭ സമ്പന്നമായ സഭയാണ്. ആൾക്കാരെ കൊണ്ട് നിറഞ്ഞതും അത് ജ്ഞാനികളെ കൊണ്ട് നിറഞ്ഞതുമായി നിൽക്കുന്ന സഭ. കൊരിന്ത് സഭയുണ്ട്, എഫെസോ സഭയുണ്ട്. ഇതൊക്കെ സമ്പത്തിന്റെ മടിത്തട്ടിൽ കിടക്കുന്ന സഭയാകുമ്പോൾ പൗലോസിന്റെ ശുശ്രൂഷയിലും മറ്റ് വിശുദ്ധന്മാരുടെ ജീവിത സന്ധാരണത്തിന് വേണ്ടവണ്ണം ഒരു കൈത്താങ്ങൽ കൊടുക്കാതിരിക്കുമ്പോ ഫിലിപ്പിയ സഭ മുന്നിട്ടിറങ്ങുമ്പോ തന്റെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ആ സഭയെ കുറിച്ച് അവർ, നിങ്ങൾ തന്നത് സുഭാഗ്യമായി, അതൊരു സൗരഭ്യവാസനയായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, തൃപ്തനായിരിക്കുന്നു. അത്രയ്ക്ക് സ്നേഹിച്ച ഒരു സഭയാണ് ആ സഭ. പൗലോസിന്റെ തടവിൽ ആയപ്പോൾ അവർക്ക് അല്പമില്ലാത്ത നൊമ്പരമുണ്ടായി. അയ്യോ, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ നടത്തിയ ഈ പൗലോസ്ലീഹ തടവിലായപ്പോൾ അല്പമല്ലാത്ത നൊമ്പരമുണ്ടായി. ആ തടവിനെ കുറിച്ച് പലരും പല അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. ചിലര് പറഞ്ഞു പൗലോസിന്റെ കുറെ എടുത്തിയാട്ടം കൊണ്ട് സംഭവിച്ചതാണ്, അങ്ങോട്ട് പോകരുതെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. ചിലര് പറഞ്ഞു ഇല്ല, പൗലോസിന് സംഭവിച്ചത് അത് അതൊരു ദൈവിക പ്രവൃത്തിയാണെന്നൊക്കെ പലരും അഭിപ്രായങ്ങൾ പലതും വന്നുകൊണ്ടിരുന്നു. പൗലോസിന്റെ എടുത്തിയാട്ടമെന്നും പൗലോസ് അവിടെ പോകരുതെന്നും പൗലോസിന്റെ ഈ പ്രസംഗത്തിന്റെ രീതികൾ മാറ്റണമെന്നൊക്കെ പലരുമൊക്കെ പറഞ്ഞ് പൗലോസിന്റെ തടവിനെ പല നിലയിൽ ആൾക്കാർ ചിന്തിക്കുമ്പോ ഫിലിപ്പിയ സഭയോട് പറയുക, സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ തടവ് എന്താണെന്നറിയാമോ? സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാ. സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാ. ഇന്ന് പകലിലും ഒരുപക്ഷെ നിങ്ങൾ ഈ സന്ദേശം കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് പകലിൽ ദൈവത്തിന്റെ രാത്രിയിലും പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഓർപ്പിക്കുന്ന കാര്യം എന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ, ഒരു ദൈവദാസന്റെ ജീവിതത്തിൽ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ, കർത്താവിനെ പിൻപറ്റുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാണെന്ന്
മനസ്സിലാക്കണം. സുവിശേഷത്തെ അത്ര കണ്ട് സ്നേഹിച്ച വ്യക്തിയാണ് പൗലോസ് ലീഗ. സുവിശേഷം ഏതെല്ലാം നിലയിൽ എവിടെയെല്ലാം എത്തണം, ആരുടെ എത്തണം, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും സുവിശേഷം കേൾക്കണം. പൗലോസ് പറയുന്നുണ്ട് റോമയിലും, ഞാൻ സുവിശേഷത്തിന്റെ കടക്കാരനാണ്, ഇല്ലേ? ബർബരന്മാർ എല്ലാവരും സുവിശേഷം എത്തണം. സുവിശേഷത്തെ കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. പൗലോസ് പറയാം, സുവിശേഷം ലജ്ജിക്കുന്നില്ല. അപ്പൊ സുവിശേഷം നിമിത്തം തനിക്ക് സംഭവിച്ചത് പറയാ, അതൊരു അഭിവൃദ്ധി കാരണമാണ്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ലെന്ന്. സുവിശേഷത്തെ അത്ര കണ്ട് സ്നേഹിക്കുന്ന, സുവിശേഷത്തെ, ദൈവവചനത്തെ അത്രയ്ക്ക് തന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് ഞാൻ സുവിശേഷം പറയുന്നത് കൊണ്ട്, സുവിശേഷം പ്രസംഗിക്കുന്നത് കൊണ്ട്, സുവിശേഷം കൊണ്ട് അത് പലതും സംഭവിക്കുമ്പോ, സ്തോത്രം, അതൊക്കെ നെഗറ്റീവാണ്, അതങ്ങനെയൊക്കെ വരണമെന്ന് പലരും പറയുമ്പോൾ പൗലോസിലേക്ക് പറയും, ഇല്ല, അതിനകത്ത് ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ആ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കാണ്, ആ സുവിശേഷത്തിന്റെ വ്യാപനത്തിനാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഞാനൊരു സുവിശേഷകനാണ്. സുവിശേഷം നിമിത്തം പലതും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്, എതിർപ്പുകൾ വന്നിട്ടുണ്ട്. ഇനിയും സുവിശേഷം അറിയിച്ച സ്ഥലത്ത് ഇനി ചെല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൊന്നുകളയുമെന്ന് പറഞ്ഞ് കത്തിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ പിൽക്കാലങ്ങളിൽ അവരിൽ ചിലരൊക്കെ സ്നേഹിതന്മാരായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്തെന്നറിയാമോ? സുവിശേഷം മുഖാന്തരമാണ് സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നില്ല. അവരെ സ്നേഹിക്കാൻ തുടങ്ങിയ പിൽക്കാലങ്ങളിൽ അത് ദൈവത്തിന്റെ ഒരു വലിയ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാണ്. അഭിവൃദ്ധി എന്ന വാക്ക് നമുക്ക് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ കാലങ്ങളിൽ ഏറ്റവും പ്രോസ്പെറിറ്റി തിയോളജി എന്നൊക്കെ പറയുന്ന, ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്ന ചർച്ചിലൊക്കെ നമ്മൾ കണ്ടഘോരം കേൾക്കുന്ന ഒരു പദമാണ് അഭിവൃദ്ധി എന്നുള്ളത്. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം അതിൽ അഭിവൃദ്ധി നൽകും. പക്ഷെ ഇവിടുത്തെ വാക്ക് നിങ്ങൾ കേട്ടോ, എന്റെ ഈ ബന്ധനങ്ങൾ അത് അഭിവൃദ്ധിക്കാരൻ. എന്തിനാ? സുവിശേഷത്തിന് കാരണമാണ്. അയ്യോ, അങ്ങനെ ഭവിച്ചു പോയല്ലോ, അങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ പറയുമ്പോ പൗലോസ് പറയാ, ദേ, എനിക്കിത് അഭിവൃദ്ധി കാരണം. അങ്ങനല്ലേ? പ്രൈസ് ദി ലോർഡ്. ഒന്നാം മിഷണറി യാത്ര ആരംഭിക്കുകയാണല്ലോ. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം പരിശുദ്ധൻ പറഞ്ഞു, എന്റെ വേലയ്ക്കായി വേർതിരിക്കുന്നു. അവരെ പൗലോസിനെയും ബർന്നബാസിനെയും വേലയ്ക്കായിട്ട് വേർതിരിച്ചു. അവർ അതനുസരിച്ച് ചുവടുകൾ വെച്ച് മുന്നോട്ട് പോകുന്നു. ഒന്നാം മിഷണറി യാത്ര, ആ യാത്രയിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. അതിനുശേഷം രണ്ടാം മിഷണറി യാത്ര ആരംഭിക്കുക. ആ രണ്ടാം മിഷണറി യാത്ര ആരംഭിക്കുമ്പോ നമുക്ക് അവിടെ ദർശിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഞാൻ അതൊന്നും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ വേഗത്തിൽ എന്റെ വാക്കുകളിൽ നിന്നിരിക്കാം. സമയം മുന്നോട്ട് വളരെ ദ്രുതഗതിയിൽ പോകുക. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം രണ്ടാം മിഷണറി യാത്ര ആരംഭിക്കുക. അങ്ങനെ ആരംഭിക്കുമ്പോൾ അവർ ആസിയയിലെത്തി വചനം പ്രസംഗിക്കുന്നത് പരിശുദ്ധാത്മാവ് വിലക്കി. അതിനുശേഷം ഗലാത്യ ദേശയിൽ കൂടി സഞ്ചരിച്ച് മൂസിയിലെത്തി ബിഥുനയ്ക്ക് പോകാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. അവിടെ വെച്ച പൗലോസ് രാത്രിയിൽ മക്കതോനിക്കാരനായ പുരുഷൻ അരികെ നിന്നു മക്കതോനിക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിച്ചു. ആസിയിൽ വചനം പ്രസംഗിക്കരുത് പരിശുദ്ധാത്മാവ് വിലക്കി. 13-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവരെ നിയോഗിച്ചയക്കുകയാണ്. പരിശുദ്ധ പറഞ്ഞു, എന്റെ വേലയ്ക്കായിട്ട് അവരെ വേർതിരിപ്പി എന്ന് പറഞ്ഞ് അവരെ അയക്കുകയാണ്. എന്നാൽ ആസിയിൽ നമ്മൾ പരിശുദ്ധാത്മാവ് വിലക്കി. ഗലാത്യ സഞ്ചരിച്ച് മ്യൂസിയിലെത്തി. ഇന്ന് ആസിയിൽ വേണ്ട, അവിടെ നിന്ന് മ്യൂസിയിലെത്താമെന്ന് പറഞ്ഞു. ബിഥുനയ്ക്കെത്തി. അവിടെയും സമ്മതിച്ചില്ലെന്ന്. ഇപ്പൊ പരിശുദ്ധാത്മാവ് സമ്മതിച്ചില്ല. അടുത്ത താൻ രാത്രിയിൽ ദർശനം കാണുകയാണ്. എന്താ ദർശനം? ത്രോവാസിലെത്തിയപ്പോൾ ദർശനം കണ്ടു, നിങ്ങൾ വന്ന് ഞങ്ങളെ രക്ഷിക്കുക എന്ന് മക്കതോനിക്കാരന്റെ ഒരു വിളി കേൾക്കുക. ആ വിളി അനുസരിച്ച് പോയി. നമുക്ക് ആ സംഭവങ്ങൾ അറിയാവുന്നത് കൊണ്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കോരിയിടുക. പ്രൈസ് ദി ലോർഡ്. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോ 16-ാം അധ്യായത്തിൽ സംഭവങ്ങൾ, ഒന്നാം ഘട്ടം കുഴപ്പമില്ല, രണ്ടാം ഘട്ടവും കുഴപ്പമില്ല. പക്ഷെ മൂന്നാം ഘട്ടത്തിലേക്ക് വന്നപ്പോൾ കാരാഗ്രഹത്തിൽ എത്തേണ്ടി വന്നു. എത്തിയത്
കാട്ടുതീ പോലെ പടർന്നു. ഒരുപക്ഷെ അതറിഞ്ഞ് പലരും പറഞ്ഞു കാണും, പൗലോസിന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു. നമ്മളോട് പലരും പറയാറില്ലേ, ഇപ്പൊ അങ്ങോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അന്നേ ഞങ്ങൾ പറഞ്ഞതല്ലേ അവിടെ പോകരുതെന്ന്. പക്ഷെ ദർശനം കിട്ടിയവന്, ആത്മാവ് പ്രേരിപ്പിച്ചവന് അറിയാം, ഇല്ലേ? ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥിക്കരുത് പറഞ്ഞതല്ലേ, അതുകൊണ്ടല്ലേ അവരങ്ങനെ നിന്ദിക്കുന്നതും പഴിക്കുന്നതും ദുഷിക്കുന്നതും ഒക്കെ. ഇതൊക്കെ പലരും പറയും. പക്ഷെ ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ എത്തപ്പെട്ടപ്പോ നമുക്ക് കാണാൻ കഴിയുന്നത്, സ്തോത്രം, ചെന്ന് കയറിയത് അല്പം ഞെരുക്കവും പീഡനത്തിന്റെ മുറയുമാണെങ്കിൽ ആ അധ്യായം അവസാനിക്കുന്നത് പൗലോസ് മുഖാന്തരം ആ വീട് ആനന്ദിക്കുന്നു. കാരാഗ്രഹപ്രമണി ആ അധ്യായം അവസാനിക്കുന്നത്, തുടക്കം പരിശുദ്ധാത്മാവ് വിലക്കുന്നു. ആ അധ്യായത്തിന് ഉള്ളിലേക്ക് വരുമ്പോൾ പൗലോസ്ലീഗായും ശീലാസും, സ്തോത്രം, കാരാഗ്രഹത്തിൽ അകപ്പെടുന്നു. അവരെ ഉപദ്രവിച്ച് അവിടെ അകപ്പെടുമ്പോൾ ആ അധ്യായം അവസാനിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: കാരാഗ്രഹ പ്രമാണി വീടടക്കം ആനന്ദിച്ചു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പൗലോസ്ലീഗായുടെ തടവ് മുഖാന്തരം ലഭിച്ചത്, പ്രത്യേകിച്ച് റോമാലേഖനം 16-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ പൗലോസ് വന്ദനം പറയുന്നുണ്ട്. ആ വന്ദനം പറയുമ്പോഴൊക്കെ പൗലോസ്ലീഗ എടുത്തു പറയുന്നുണ്ട്, എന്റെ കഷ്ടതയില്, അത് കാരാഗ്രഹത്തിലായിരുന്നപ്പോ, സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ വന്ദനം ചെയ്യുന്നുണ്ട് പൗലോസ്ലീഗ, സ്തോത്രം. അപ്പോ സുവിശേഷം നിമിത്തം, ഈ തടവ് നിമിത്തം എനിക്ക് അത് അഭിവൃദ്ധിയായി. എന്നിട്ട് ഈ പൗലോസ്ലീഗയുടെ ഈ തടവിൽ ചിലർക്ക് അധൈര്യമായി, ചിലർ അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ചിലരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, അതിന്റെ 14-ാം വാക്യം അതോടെ വായിച്ചു ഞാൻ നിർത്താം. സഹോദരന്മാർക്ക് മിക്കപേരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ടു. പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാർക്ക് മിക്കവർക്കും എന്ത് പൂണ്ടു? ധൈര്യം പൂണ്ടു. ധൈര്യം പൂണ്ടു. അടുത്തത്, ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. അധികം തുനിഞ്ഞു. അവർ അധികം തുനിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ കാലങ്ങളിൽ ദൈവമക്കൾ ഒന്നും കൂടെ, ദൈവദാസന്മാരായ നമ്മൾ, ദൈവജനമാകുന്ന നമ്മൾ ഒന്നും കൂടെ ചെയ്യണം, അധികം തുനിയണം, മുന്നിട്ടിറങ്ങണം. പൗലോസ്ലീഗായുടെ തടവ് കണ്ടു കഴിഞ്ഞപ്പോൾ പിൻവാങ്ങിയെന്നല്ല, ധൈര്യം കൊണ്ടെന്ന. ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തയുണ്ട്, ദൈവദാസന്മാരെ കള്ളക്കേസിൽ കുടുക്കി ഇടുന്നു. ഒത്തിരി ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നു ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും. അതുകൊണ്ട് നമുക്കിനി അങ്ങോട്ട് പോകണ്ട കേട്ടോ. നമുക്കിങ്ങനെ പ്രാർത്ഥിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ പോകാം കേട്ടോ. ബുദ്ധിയോടുകൂടെ നിൽക്കണേ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ പറയുക, ഭയം കൂടാതെ ദൈവവചനം പ്രസ്താവിപ്പാൻ അധികം തുനിയുന്നു. പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് ധൈര്യമായി ഇല്ല, കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം, കർത്താവിന്റെ വചനം പറയാൻ അവർ ധൈര്യം പൂണ്ടു എന്നുള്ളത്. അധികം തുനിഞ്ഞു. ഇന്ന് പകലിൽ ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ നിർത്തുമ്പോൾ ദൈവദാസന്മാർ, ദൈവമക്കൾ തിരിച്ചണം, അധികം തുനിയാൻ കഴിയണം, അധികം തുനിയണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക. അധികം തുനിയുക. യേശുവിന്റെ ഒരു രഹസ്യ ശിഷ്യനാണ് ജോസഫ്. ജോസഫ് രഹസ്യ ശിഷ്യൻ. യേശുവിനെ സ്നേഹിക്കുകയും യേശുവിനെ ബഹുമാനിക്കുകയും യേശുവിന്റെ കൂടെ അല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു യേശുവിന്റെ ശിഷ്യനാണെന്ന് പറയുന്ന ഒരു അഭിമാനമുണ്ട്. പക്ഷെ അത് താൻ എന്ത് ചെയ്തില്ല, പുറത്തു പറയാനായിട്ട് താൻ ആഗ്രഹിക്കുന്നില്ല, പുറത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. യേശു ക്രിസ്തുവിന്റെ മരണം, ക്രൂശീകരണം, ആ ക്രൂശിൽ കിടക്കുക, യേശുവിന്റെ മരണം ക്രൂശിൽ, യേശുവിനെ അടക്കാൻ കൊണ്ടുപോകേണ്ടത് എവിടെ കൊണ്ടുപോകണം? ക്രൂശിൽ മരിച്ചവർക്ക് അടക്കുന്ന ഒരിടമുണ്ട്, അങ്ങോട്ട് അടിച്ചു കൊണ്ടുപോകണം. മരിച്ചതിന് ശേഷം, ജീവൻ പോയതിനു ശേഷം എന്ത് ചെയ്യണം? കൊണ്ടടക്കണം. യേശുവിന്റെ ശരീരം അങ്ങനെ കിടക്കണം എന്നുള്ളതായിരുന്നു
സാത്താന്റെ പദ്ധതി. പക്ഷേ നിങ്ങൾ നോക്കിക്കേ, കൂടെ നടന്നവരിപ്പ ഇല്ല, തന്നിൽ കൂടെ സൗഖ്യം പ്രാപിച്ചവരില്ല. സ്തോത്രം. ഒത്തിരി വ്യക്തികൾ തന്നോട് കൂടെ ആരും ഇപ്പില്ല, ശിഷ്യന്മാര് പോലും ഇല്ല ഇപ്പൊ കൂടെ. ഒന്നടിച്ചിറക്കാനായിട്ടോ അനുവാദം ചോദിക്കാൻ ആരുമില്ലാതിരിക്കുകയാണ്. ഒരു പ്രത്യേക ഭീകരമായ അന്തരീക്ഷമാണ് ഇപ്പോൾ അവിടെ. യേശുവിനെ പിൻപറ്റിയവരെല്ലാം പേടിച്ചിരിക്കുന്ന സമയം, യേശുവിന്റെ ശിഷ്യന്മാർ വരെ പേടിച്ച് പുറത്തു വരാതിരിക്കുന്ന സമയം, യേശുവിൽ കൂടെയുള്ള സൗഖ്യം പ്രാപിച്ചവരൊക്കെ മാറി നിൽക്കുന്ന സമയം, യേശു ഒറ്റയ്ക്ക് ക്രൂശിൽ കിടക്കുമ്പോ ആ ക്രൂശിൽ കടന്ന് യേശുവിന്റെ ജീവിതം അവസാനിപ്പിക്കണം എന്ന നിലയിൽ സാത്താന്റെ പദ്ധതികൾ തുടങ്ങുമ്പോ, ആ പദ്ധതി ആയിരിക്കുമ്പോ നിങ്ങൾ നോക്കിക്കേ, 15-ാം അധ്യായം, മർക്കോസ് സുവിശേഷം 15-ാം അധ്യായം 43-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ഒരുക്കനാൾ തലേനാൾ, ശബത്തിന്റെ തലേനാളായ ഒരുക്കനാൾ ആകൊണ്ട് ശ്രേഷ്ഠ മന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനുമായ അരിമത്തിയിലെ ജോസഫ് വന്ന് ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പേടിച്ചിരുന്ന അതേ സ്തോത്രം ജോസഫ് യേശു മരിച്ചെന്ന് കഴിഞ്ഞപ്പോ പീലാത്തോസിന്റെ അടുക്കൽ ധൈര്യത്തോടെ ചെല്ലുകയാണ്. പീലാത്തോസിന്റെ അടുക്കൽ ധൈര്യത്തോട് ചെല്ലുന്നു. പേടിച്ച് മാറിപ്പോയ ശിഷ്യന്മാർ, തന്നോട് കൂടെ നടന്ന സകലരും പേടിച്ച് മാറുമ്പോൾ, അവരൊരു ഭീകരമായ അന്തരീക്ഷം, ഇനിയും അത് ഈർച്ചവാളും ഇനിയും തടവിൽ ഞങ്ങളാകേണ്ടി വരുമെന്ന് പറയുമ്പോൾ, രഹസ്യമായി കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തിരുന്ന ജോസഫിനെ സ്തോത്രം ദൈവാത്മയുടെ ധൈര്യത്തോടെ ചെന്നാ വായിക്കുന്നത്. നിങ്ങൾ നോക്കൂ, സ്തോത്രം, ജോസഫിന്റെ പീലാത്തോസിന്റെ സിംഹാസനത്തിന്റെ അതേ സ്തോത്രം, അല്ലെങ്കിൽ നടുമുറ്റത്തെ, തന്റെ കൊട്ട നടുമുറ്റത്തെ മന്ത്രിയുടെ വാഹനം നിൽക്കുമ്പോൾ വളരെ ആവശ്യബോധത്തോടുകൂടെ, വളരെ ശീഘ്രത്തോടുകൂടെ അങ്ങോട്ട് കടന്നിട്ട് പറയാ, എനിക്ക് യേശുവിന്റെ ശരീരം വേണം, അതിനുള്ള അധികാരം അങ്ങ് തരണമെന്ന് പറഞ്ഞ് വളരെ തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ നിൽക്കുകയാ. ഇന്ന് പകലിൽ അധികം തുനിയാൻ കഴിയട്ടെ. ഒരു പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഒരു പരാജയം സംഭവിച്ചു, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി കണ്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല, അധികം നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. സുവിശേഷം അവിടെ പറഞ്ഞു, ഇന്നടത്ത് വചനം പറഞ്ഞു, കൈക്കൊണ്ടില്ല, എതിർപ്പുണ്ടായി, ഭാരപ്പെടേണ്ട ആവശ്യമില്ല, ധൈര്യത്തോടെ ഇനിയും തുനിയാൻ കഴിയട്ടെ, ഒന്നും കൂടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുകയാണ്. പലതും കണ്ടും കേട്ടും നമ്മുടെ മനസ്സ് മടിക്കരുത്, ക്ഷീണിച്ചു പോകരുത്, പ്രാർത്ഥനയിൽ പുറകോട്ട് പോകരുത്, വചനം പറഞ്ഞതിൽ പിറകോട്ട് പോകരുത്. ഒന്നും കൂടെ ധൈര്യത്തോടെ സ്തോത്രം, ഒരു കുതിര, യുദ്ധത്തിന് പോകുന്ന കുതിര, അത് മുന്നോട്ട് ഉള്ള ഗമനമാണ്. ആ ഗമനത്തിൽ ഓടുകൂടെ നമുക്കും ഈ സുവിശേഷത്തിന്റെ ദീപശിഖ ശക്തമായി തെളിക്കാം. സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായി ഭവിക്കുന്ന, കുടിയാപരിപ്പിക്കുന്ന സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരുന്നു എന്നുള്ളത് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവസരങ്ങൾ തന്ന ദൈവദാസന് നന്ദി. ഈ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടെ ഓർക്കണമേ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവിൻ്റെ ദാസൻ പൗലോസിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ കുറിച്ച്, പൗലോസിന്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. നമുക്കറിയാം, പൗലോസ് കർത്താവിന്റെ പറഞ്ഞ പോലെ വളരെ സുവിശേഷത്തിന് വേണ്ടി തൻ്റെ ജീവനെ തന്നെ തൃണവൽഗണിച്ച ഒരു വ്യക്തിയാണ്. കർത്താവ് പൗലോസിനെ വിളിക്കുന്ന സമയത്ത് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവിനെ കണ്ടുമുട്ടി. അങ്ങനെ ദമസ്കോസിൽ ചെന്നിരിക്കുമ്പോൾ അനന്യാസിനോട് പറഞ്ഞു, അവിടെ ചെല്ലാൻ പറഞ്ഞപ്പോൾ അനന്യാസ് പേടിച്ചു പോയി. പേടിച്ചു പോയപ്പോൾ പറഞ്ഞു, ഞാൻ ഈ പൗലോസ് ശൗല് എൻ്റെ നാമത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടം സഹിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, എൻ്റെ ബന്ധനങ്ങൾ സുവിശേഷത്തിന് കാരണമായി തീർന്നു, സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. പൗലോസിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, തനിക്ക് കഷ്ടപ്പാടുകൾ വന്നാലും തനിക്ക് ബുദ്ധിമുട്ടുകൾ വന്നാലും സുവിശേഷം അഭിവൃദ്ധി പ്രാപിക്കണം എന്ന ഒരേ ഒരു കാഴ്ചപ്പാടോട് കൂടെയാണ് പൗലോസ് ജീവിച്ചത്. നമുക്കറിയാം,
പെട്ടെന്ന് ഊരിപ്പോരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഇല്ല, ഞാൻ കൈസരെ അഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ റോമിലേക്ക് പോവുകയാണ്. പൗലോസിനെ റോമിലേക്ക് പോയാൽ റോമിൽ ചെന്ന് അനേകരോട് സുവിശേഷം പറയാനായിട്ട് സാധിക്കും എന്നുള്ള ആ ചിന്തയോടുകൂടെ തനിക്ക് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കൂടിയാലും സുവിശേഷം അഭിവൃദ്ധി പ്രാപിക്കണം, അതിനുവേണ്ടി എത്രമാത്രം പ്രവർത്തിക്കാമോ ആ അവസരങ്ങളെല്ലാം എടുക്കണം എന്നുള്ള ആ താല്പര്യത്തോടു കൂടെയാണ് പൗലോസ് ജീവിച്ചതെന്ന് നമുക്ക് അറിയാം. ആ 14-ാമത്തെ വാക്യത്തിൽ ആ ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 1:14 കർത്താവിൻദാസൻ പറഞ്ഞല്ലോ, ആ പൗലോസ് കാരാഗൃഹത്തിലായിരുന്നത് കൊണ്ട് അത് ധൈര്യത്തോടുകൂടെ അവിടെ ഇരിക്കുന്നത് കണ്ടല്ല, പൗലോസിന്റെ മനോഭാവം കണ്ടിട്ട് അനേക ശിഷ്യന്മാർക്ക് ധൈര്യമായി. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, എൻ്റെ ഈ കഷ്ടപ്പാടുകളും ഞാൻ ഈ കാരാഗൃഹത്തിലായത് കണ്ടിട്ട് അനേക ശിഷ്യന്മാർ, അനേക സഹോദരന്മാര് ധൈര്യം പൂണ്ട് അവര് മുന്നോട്ട് വന്നു സുവിശേഷത്തിന് വേണ്ടി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കേൾക്കുന്ന സുവിശേഷത്തിന്റെ അഭിവൃദ്ധിയല്ല, സ്വന്തം അഭിവൃദ്ധിയാ. ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരും, നമ്മുടെ ജീവിതം അഭിവൃദ്ധി പ്രാപിക്കും. പാട്ടൊക്കെ അങ്ങനെയാണല്ലോ, ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് തരും, എൻ്റെ ജീവിതം അഭിവൃദ്ധി പ്രാപിക്കും എന്നാണല്ലോ പറയുന്നത്. ഇന്ന് എല്ലാ തിയോളജി അങ്ങനെയാണല്ലോ. അങ്ങനെ പറയുന്നിടത്താണല്ലോ 10,000-25,000 പേരൊക്കെ ഒരു ആരാധനയ്ക്ക് കൂടുന്നത്. എന്നാൽ പൗലോസിന്റെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധിയും, ലോകപരമായിട്ട് സാമ്പത്തികമായി നോക്കിയാൽ ഒരു അഭിവൃദ്ധിയും ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ തിമോത്തിയോസിന് എഴുതിയ ആ കത്തിൽ പൗലോസ് എഴുതിക്കുകയാണ്, നീ എന്നെ കാണാനായിട്ട് വരുമ്പോൾ ത്രോവാസിൽ കർപ്പോസിന്റെ വീട്ടിൽ ഞാൻ വെച്ചിട്ട് പോയ ആ തോൾച്ചൂരുള്ള ബൈബിളും അതുപോലെ തന്നെ എൻ്റെ ആ പുതപ്പും പുസ്തകങ്ങളും പുതപ്പും ഒക്കെ എടുത്തോണ്ട് വരണേ എന്ന് പറയുകയാണ്. അതായത് പൗലോസ് ഉപയോഗിച്ച ഒരു പഴയ പുതപ്പാണ്. ഇപ്പോഴാണ് നിങ്ങൾക്ക് പറയാം, പഴയതെല്ലാം കളഞ്ഞേരെ, നീ പോരുമ്പോൾ ഒരു 5-6 ഒരു ഡസൻ നല്ല പുതിയ ബ്ലാങ്കറ്റ് മേടിച്ചോണ്ട് വന്നാ പറയുന്നത്. എന്നാൽ പൗലോസ് പറയാണ്, എൻ്റെ ആ പഴയ പുതപ്പും അതുമൊക്കെ നീ എടുത്തോണ്ട് ഇങ്ങ് പോരണേ എനിക്കിവിടെ എന്ന് പറയുകയാണ്. എത്രമാത്രം തൻ്റെ സുഖസൗകര്യങ്ങളെയൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് പൗലോസ് അങ്ങനെ സുവിശേഷത്തിന് വേണ്ടി എത്രയോ കഷ്ടത അനുഭവിച്ചു. ഇന്ന് ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇത് വായിച്ചാൽ തന്നെ സൗകര്യപ്രദമായിട്ട് ആളുകളൊക്കെ അതങ്ങ് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ത്രോവാസ് എന്ന് പറയുന്നത് ടർക്കിയിലെ ഒരു സ്ഥലമായിരുന്നു. പൗലോസ് സ്ഥാപിച്ചതായ ആദിമസഭകളെല്ലാം തുർക്കിയിലായിരുന്നു. എഫേഷ്യ സഭ, കൊരിന്ത്യ സഭ, ഗലാത്യ സഭ, ഇതെല്ലാം തുർക്കിയിലെ സഭകളായിരുന്നു. ഇന്ന് നമുക്കറിയാം തുർക്കി മുഴുവൻ മുസ്ലിങ്ങളാണ്, 99% മുസ്ലിങ്ങളാണ്. ഈ ലേഖനങ്ങളൊക്കെ തുർക്കിയിലെ ആദിമസഭ പിതാക്കന്മാർക്ക് അന്നുണ്ടായിരുന്ന വിശ്വാസികൾക്ക് എഴുതിയ ലേഖനങ്ങളാണ്. ഇന്ന് അവരെല്ലാം, അവരുടെ കൊച്ചുമക്കളും അനന്തര തലമുറകളെല്ലാം മുസ്ലിങ്ങളായിപ്പോയി. അതുകൊണ്ട് ഇന്ന് നമ്മൾ പൗലോസിന്റെ ഈ സായസന്ധ്യ, ഈ പ്രഭാതത്തിൽ നമ്മൾ പൗലോസിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണല്ലോ. അദ്ദേഹം എത്രയോ 2000 വർഷങ്ങൾക്ക് മുൻപ് കാലയവനയ്ക്കുള്ളിൽ മറഞ്ഞു പോയൊരു വ്യക്തിയാണ്. എന്നാൽ ഇന്നും എത്രയോ ആളുകളെ തൻ്റെ ലേഖനങ്ങളിൽ കൂടെ, തൻ്റെ ആ ജീവിതത്തിന്റെ സാക്ഷ്യത്തിൽ കൂടെ എത്രയോ ആയിരക്കണക്കിന് ദൈവദാസന്മാരെയാണ് പൗലോസിന്റെ ജീവിതം ഇന്നും ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ പൗലോസ് തന്നെ പറയുന്ന പോലെ, ഞങ്ങൾ അറിയിക്കാത്തൊരു സുവിശേഷം, ഞങ്ങൾ പോയതിന് ശേഷം ഞങ്ങൾ അറിയിക്കാത്തൊരു സുവിശേഷം നിങ്ങൾ അടുത്ത് വന്ന ആളുകൾ പറയും, പക്ഷെ നിങ്ങളത് കേൾക്കരുത്, ഒരു കാരണവശാൽ അങ്ങനെയുള്ളവരെ തള്ളിക്കളയണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള സുവിശേഷം കേൾക്കാനാണ് ഇന്ന് കൂടുതൽ ആളുകൾ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കൊക്കെ വന്ന് ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് ഒക്കെ പോയപ്പോൾ അന്ന് പലരും കർത്താവിന്റെ ദാസനെ ഭീഷണിപ്പെടുത്തുകയും കൊന്നുകളയുമെന്ന് പറയുകയൊക്കെ ചെയ്തു. എന്നാൽ വിശ്വാസത്തിന് വേണ്ടി ശക്തമായിട്ട് നിന്നപ്പോൾ ആ ആളുകൾ തന്നെ കർത്താവിലേക്ക് വരുവാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് കേട്ടല്ലോ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ സമർപ്പിക്കാം. സുവിശേഷത്തിന് വേണ്ടി എനിക്ക് വന്ന നഷ്ടങ്ങൾ, പൗലോസ് പറയുന്നുണ്ടല്ലോ, സുവിശേഷത്തിന് വേണ്ടി എല്ലാം ഞാൻ ചെയ്തമെന്ന് എണ്ണുന്നു, എനിക്ക് ആ ക്രൂശ് മാത്രം മതി, ബാക്കിയെല്ലാം ചെയ്തമെന്ന് എണ്ണുന്നു. ഇന്ന് ആർക്കും ക്രൂശ് വേണ്ട, ലാഭമുള്ളതും ആ കർത്താവ് തരുന്ന അനുഗ്രഹം മാത്രം മതി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാം, നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ സുവിശേഷത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കേണ്ടി വന്നാൽ അത് സന്തോഷമായി സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്, ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ചൈതന്യം നമുക്ക് നൽകണമേ എന്ന് തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവ് തൻ്റെ ദാസനെയും കുടുംബത്തെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രെയർ ലൈൻ ആരംഭിച്ച സമയം മുതൽ കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് പതിവായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ ഈ പ്രെയർ ലൈനിൽ തിരുവചനം സംസാരിക്കുന്നല്ലോ. കഴിഞ്ഞ ജൂണിൽ ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ കർത്താവിൻ്റെ ദാസനോടൊപ്പം ആയിരുപ്പാൻ കർത്താവ് സഹായിച്ചു. ശക്തമായിട്ട് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നതിന് കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രേയറിൻ്റെ പേരിലുള്ള എല്ലാ സ്നേഹവും സന്തോഷവും പ്രകാശിപ്പിക്കുന്നു.